നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കടുത്ത നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. നടപടി സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ പുതുപ്പള്ളി. ജനമനസ്സറിഞ്ഞ നേതാവെന്ന രാഹുൽ ഗാന്ധി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. VC മോഹനൻ കുന്നുമൽ കേരള സർവകലാശാല ആസ്ഥാനത്ത്. സർവകലാശാലയിലെത്തുന്നത് 20 ദിവസങ്ങൾക്ക് ശേഷം. VCക്ക് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാറും എത്തി. കനത്ത സുരക്ഷയിൽ കേരള സർവകലാശാല. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. കേന്ദ്രത്തെ അറിയിക്കാൻ കോടതി നിർദ്ദേശം. സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് AG. മോചന ചർച്ചകൾക്ക് കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് കേന്ദ്രം. ചൂരന്മല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമി അല്ലെന്ന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ വാദം പൊളിയുന്നു. ലീഗ് വാങ്ങിയ 11 ഏക്കർ ഭൂമി കേസിലെന്ന റവന്യൂ രേഖകൾ. പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ കനിവ് കാത്ത ലീഗ് നേതൃത്വം. മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ കണ്ടറിഞ്ഞു പ്രവർത്തിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന രാഹുൽ ഗാന്ധി. ഉമ്മൻചാണ്ടി തനിക്ക് ഗുരുവായിരുന്നു. ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. 10 മണിയോടെ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പള്ളി മൈതാനത്ത് നടന്ന അനുസ്മരണ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയോളം വലിയ വേറൊരാളില്ല എന്ന് താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്കു വേണ്ടി സ്വയം ഇല്ലാതായ വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെപ്പോലെയുള്ളവർ വളർന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വളരെ ക്രൂരമായ രാഷ്ട്രീയ ആക്രമണം നേരിട്ടു. വിനയത്തോടെ ലാളിത്യത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി തനിക്ക് ഗുരുവായിരുന്നു. RSSനെയും CPMനെയും ആശയപരമായി എതിർക്കുന്നതിന് കാരണം അവർ ജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കുന്നില്ല എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. In my 21 years of political life, one of the masters of politics of feeling was Ummenchandi ji. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി KPCC ആരംഭിക്കുന്ന സ്മൃതിതരംഗം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 11 വീടുകളുടെ താക്കോൽദാനവും ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന 2ാമത്തെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന മീനടം സ്പോർട്സ് ടർഫിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ, KC വേണുഗോപാൽ MP, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സ്വാമി വീരേശ്വരാനന്ദ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, KPCC ഭാരവാഹികൾ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കളർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നതിനും അനുസ്മരണത്തിൽ പങ്കെടുക്കാനുമായി ആയിരങ്ങളാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിയത്. അമൃത ന്യൂസ്, കോട്ടയം. കേരള സർവകലാശാലയെ ഭരണ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് തുടരുന്നതിനിടയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ ഇന്ന് സർവകലാശാലയിലെത്തി. കനത്ത സുരക്ഷയിൽ കേരള സർവകലാശാലയുണ്ട്. ഏതായാലും വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കേരള സർവകലാശാല നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ വൈസ് ചാൻസലർ രജിസ്ട്രാർ തമ്മിലുള്ള പോരും തുടർന്നുള്ള ഭരണസ്തംഭനവും. ഇന്നിപ്പോൾ VC സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട്. SFIയുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം?
ഇത്തരത്തിൽ VC മോഹൻ കുന്നുമേൽ എത്തുന്നത്. എന്തായാലും ഈ സർവകലാശാലയിൽ തുടരുന്ന ഈ ഒരു ഭരണ പ്രതിസന്ധിക്ക് ഇതോടെ വലിയ പരിഹാരമാകുമെന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഫയൽ നീക്കം പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ഇന്ന് ഇത്തരത്തിൽ വലിയ സുരക്ഷാ വലയത്തിൽ VC മോഹൻ കുന്നുമേൽ ഈ സർവകലാശാലയിൽ എത്തിയത്. വിമാനത്താവളത്തിൽ നിന്നും ഇത്തരത്തിൽ സർവകലാശാലയിലേക്ക് വലിയ പോലീസ് സുരക്ഷയിലാണ് ഇന്ന് അദ്ദേഹം എത്തിയത്. 350-ലധികം പോലീസുകാരെയാണ് സർവകലാശാല ആസ്ഥാനത്തിന് ചുറ്റും വിന്യസിച്ചിട്ടുള്ളത്. SSI തന്നെ കാൽ വെട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഇത്തരത്തിൽ VC മോഹൻ കുന്നുമേൽ നേരത്തെ കോടതി അറിയിച്ചിരുന്നു. എന്തായാലും രജിസ്ട്രാർ VC തുടരുകയാണ്, അതിലൊരു അയവില്ലാതെ തുടരുകയാണ്. എങ്കിലും VC എത്തിയതോടെ 2800-ലധികം വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാനുണ്ട്. അതിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് SFI പ്രതിഷേധമൊന്നും ഉയർത്തിയിരുന്നില്ല. VC കേരള സർവകലാശാലയിൽ എത്തിയാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു ഇത്തരത്തിൽ VC നേരത്തെ SFI നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്ന് അത്തരമൊരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. ഈ ഒരു ഭരണ പ്രതിസന്ധിക്ക് ഒരു അവസാനം വരണമെന്നതാണ് തങ്ങളുടെയും ആവശ്യമെന്നാണ് അനൌദ്യോഗികമായി ഇത്തരത്തിൽ SFI വ്യക്തമാക്കുന്നത്. ശ്രീകാർത്തിക. ശരി, തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ് പോകുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മോചന ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടു. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ഈ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. മധ്യസ്ഥ സംഘത്തിലെ 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരും ആയിരിക്കണമെന്നും ആവശ്യമുയർന്നു. ഹർജിക്കാർക്ക് യമനിൽ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകാമെന്നും കേന്ദ്രം ഈ അപേക്ഷ പരിഗണിക്കട്ടെയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ അമ്മ യമനിൽ ഉണ്ടല്ലോ എന്നും സുപ്രീം കോടതി ഹർജിക്കാരോട് പറഞ്ഞു. എന്നാൽ മോചന ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു. കുടുംബത്തിന് പുറമെ പവർ ഓഫ് അറ്റോർണിക്കും ചർച്ച നടത്താം. ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. വധശിക്ഷ നീട്ടിവച്ചിരിക്കുകയാണെന്നും പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെക്കാൻ സഹായിച്ചതിൽ കേന്ദ്ര സർക്കാരിനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും നന്ദി പറയുന്നതായും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കൊല്ലം AEOയ്ക്കും നോട്ടീസ് നൽകി. സ്കൂൾ അധികൃതരുടെ വീഴ്ചകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് നൽകി. ഉത്തരവാദിത്വമില്ലാതെ എന്ത് ചെയ്താലും ശമ്പളം കിട്ടുമെന്ന മനോഭാവമാണ് പലർക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിമർശിക്കുകയും ചെയ്തു. കൊല്ലം തേവലക്കരയിൽ 9ാം ക്ലാസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. സ്കൂൾ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ 9ാമത്തേത് സ്കൂൾ പരിസരത്ത് ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെയുണ്ടെങ്കിൽ അടിയന്തരമായി മാറ്റണമെന്നതാണ്. എന്തുകൊണ്ട് ഈ നിർദ്ദേശം സ്കൂൾ അധികൃതർ പാലിച്ചില്ല എന്ന ചോദ്യമുയർത്തിയാണ് ബന്ധപ്പെട്ടവരുടെ നടപടിയിലേക്ക് നീങ്ങിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ച വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗം ചേർന്നാണ് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാം AEO ആന്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം വീട് വെച്ച് നൽകും. ഇളയ കുട്ടിയുടെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കി പ്രത്യേക ഉത്തരവിറക്കും. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ നൽകും. കൂടുതൽ ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കും. സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ വീഴ്ച കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂളിൽ ബാലാവകാശ കമ്മീഷനും സന്ദർശനം നടത്തി. സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തിയ ബാലാവകാശ കമ്മീഷൻ അധികൃതരോട് ചില മാർഗനിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട്
ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെൻറ്റ് KSEBക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ 3 ഫേസ് ഗേൾസ് സ്കൂളിന് കൊടുത്തിട്ടുള്ള കണക്ഷൻ മുൻവശത്ത് കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനും ഇത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു വീട്ടുകാർക്ക് മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ. അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചെലവ് സ്കൂൾ മാനേജ്മെൻറ്റ് വഹിക്കേണ്ടതാണ്. അതോടൊപ്പം ആ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റം, അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ലൈനുകൾ ഈ സ്കൂളിൻ്റെ മിഡിലൂടെ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മറ്റ് നിയമ നടപടികൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശക്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്കൂളിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തി. സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ്. വിശദാംശങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, നേരത്തെ BJPയും RYFും അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു സ്കൂളിലേക്ക് നടത്തിയിരുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ വിശദീകരിച്ച മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ശ്രീകാർത്തിക, ഇപ്പോൾ KSU പ്രവർത്തകർ ഈ ബാരിക്കേഡ് പോലീസ് തടഞ്ഞ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ബാരിക്കേഡ് തള്ളി മറിച്ചുകൊണ്ടാണ് സ്കൂളിന്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ സ്കൂളിന് ഒരു വലിയ കവാടം കടന്ന് സ്കൂളിനുള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർക്കായിട്ടില്ല. അവർ സ്കൂളിന് പുറത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും മന്ത്രി ശിവൻകുട്ടിക്കെതിരെ രാജി ആവശ്യപ്പെട്ടും സ്കൂൾ മാനേജ്മെന്റ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് KSU പ്രവർത്തകരുടെ പ്രതിഷേധം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അല്പം മുമ്പ് തന്നെ ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ഇതിന് തൊട്ട് മുൻപ് തന്നെയാണ് BJP പ്രവർത്തകരും RYF പ്രവർത്തകരും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. ആ പ്രവർത്തകരെയും ഒക്കെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ KSU പ്രവർത്തകർ സ്കൂളിന് മുൻവശത്ത് മുദ്രാവാക്യം വിളികളുമായി ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ബാരിക്കേഡുകൾ ഒക്കെ തന്നെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്ന ബാരിക്കേഡുകളൊക്കെ തന്നെ തള്ളി മറിച്ചുകൊണ്ട് ബാരിക്കേഡുകൾക്ക് മുകളിലൂടെയൊക്കെ പ്രവർത്തകർ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം വലിയ രീതിയിൽ നടത്തുകയുണ്ടായി. പോലീസിന് വലിയ രീതിയിൽ ഒരു ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. പക്ഷേ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുന്നേക്ക് പോവുകയും ഒടുവിൽ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ദൃശ്യങ്ങൾ കാണുന്നത് പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. ഇവർ പ്രതിഷേധവുമായി തന്നെ വാഹനത്തിനുള്ളിൽ കയറാതെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. KSU പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസവും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ വളരെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. പോലീസ് കൃത്യമായ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ പ്രവർത്തകർ വളരെ വൈകാരികമായി തന്നെ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പോലീസിന്റെ ബാരിക്കേഡുകളെ മറ്റും മറികടന്നുകൊണ്ട് സ്കൂളിനുള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ ശക്തമായ നടപടിയാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അല്പം മുമ്പാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം സ്കൂളിലെത്തുകയും വിശദമായ സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തുകയും സ്കൂൾ മാനേജ്മെന്റും പഞ്ചായത്തും ഒക്കെ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയിരുന്നു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ അത് തൊട്ടടുത്തുള്ള 60ഓളം കുടുംബങ്ങൾക്ക് ആണ് ആ വൈദ്യുതി ലൈൻ എത്തിക്കുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ബാലാവകാശ കമ്മീഷൻ വന്ന് കണ്ടെത്തിയ ഒരു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ മനസ്സിലായിരിക്കുന്നത് ഇത് ഒരു വീട്ടിലേക്ക് മാത്രമുള്ള വൈദ്യുതി ലൈനാണ്. മറ്റൊന്ന് ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്. ആ സ്കൂളിലേക്കും ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് മാത്രമാണ് ഈ വൈദ്യുതി ലൈൻ ഇതിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ആ ഒരു അനാസ്ഥയുടെ ഒരു ചിത്രം മനുഷ്യാവകാശ കമ്മീഷന് അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KSEBക്കെതിരെ ഒരു നടപടി അദ്ദേഹം കൃത്യമായി ശുപാർശ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്നലത്തേതിന് സമാനമായി ഇന്നും സ്കൂളിന് മുന്നിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം നടത്തുന്നത്. BJPയും RYFും ഇപ്പോൾ KSUവും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തേവലക്കാട് വൈദ്യുതി ആഘാതമേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വൈദ്യുതി വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും മിഥുന്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്. സ്കൂൾ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രിയോടടക്കം ഇത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.
അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. KSEBക്ക് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുകൾക്ക്. എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത്? ലൈൻ തൊട്ട് മുകളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു? എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് ഈ കൊച്ചു മോളിൽ കയറിയെന്ന്. പിള്ളേർ മോളിൽ കയറും. ഇപ്പോഴത്തെ കുട്ടി മാത്രമല്ല, നമ്മളൊക്കെ മോളിൽ കയറിയിട്ടുള്ള കുട്ടികളാണ്. ഒരു ചെരുപ്പ് പോയാൽ മോളിൽ കയറി എടുക്കും. അപ്പോൾ കൊച്ചിൻ്റെ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം. ഇതാണ് ഈ മന്ത്രിമാർ. പത്തനംതിട്ട കടമനിട്ടയിൽ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. 2 വർഷമായി ഈ കെട്ടിട ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊണ്ടോട്ടി മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സ്ഥലത്ത് ഇപ്പോഴും നേരിയ സംഘർഷാവസ്ഥ തുടരുന്നു. വയനാട്ടിലെ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയത് തോട്ടഭൂമിയല്ലെന്ന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ വാദം പൊളിയുന്നു. പുനരധിവാസത്തിനായി ലീഗ് വാങ്ങിയ 11 ഏക്കർ ഭൂമി കേസിലാണെന്ന റവന്യൂ രേഖകൾ. പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് വയനാട്ടിലെ ഭൂമി ഏറ്റെടുത്തത്. ആ ഭൂമിക്ക് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ്. എന്നാൽ റവന്യൂ രേഖയിലുള്ളത് ഇങ്ങനെയാണ്. മേപ്പാടി തൃക്കൈപ്പറ്റ വില്ലേജിൽ മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയ 65234 പഴയ സർവേ നമ്പർ ഭൂമി കേസിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖകൾ. 5 സർവേ നമ്പറുകളിലെ 11.27 ഏക്കർ ഭൂമിക്ക് മൊയ്തു കല്ലങ്കോടന്റെ പേരിലാണ് കേസ്. പ്രസ്തുത ഭൂമിയിലെ 3 ഏക്കറോളം സ്ഥലത്ത് കാപ്പിച്ചെടികളും മറ്റും പിഴുതുമാറ്റിയതായി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 11 ഏക്കർ ഭൂമിയിൽ എത്ര ഏക്കറിനാണ് കേസുള്ളതെന്ന് വൈത്തിരി ലാൻഡ് ബോർഡ് പരിശോധിച്ചു വരികയാണ്. തോട്ടഭൂമി തരം മാറ്റാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് റവന്യൂ വകുപ്പ്. മുസ്ലിം ലീഗിന് ഭൂമി കൈമാറിയ വ്യക്തിക്കും കുടുംബത്തിനും 15 ഏക്കറിൽ താഴെ മാത്രമേ ഭൂമിയുള്ളൂവെന്നും അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടഭൂമിയല്ലെന്നും ലീഗ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചതായാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എന്നാൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമിയായതിനാൽ സർക്കാർ കനിഞ്ഞാൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാകാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് കാണാതായി വർഷങ്ങൾക്ക് ശേഷം ചേരമ്പാടി വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ മർദ്ദിച്ചു കൊന്നതെന്ന സ്ഥിരീകരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നു. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ നൌഷാദിന്റെ വാദം. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ ഈ വാദം പൊളിഞ്ഞു. ഹേമചന്ദ്രൻ പണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു വാങ്ങിയ ലക്ഷങ്ങൾ തിരികെ നൽകാത്തതിന് പരിഹാരമുണ്ടാക്കാനാണ് തട്ടിക്കൊണ്ടുപോയതെന്നും താൻ കൊല ചെയ്തിട്ടില്ലെന്നുമായിരുന്നു കേസിലെ മുഖ്യപ്രതി നൌഷാദിന്റെ വാദം. ഇതിനായി സുൽത്താൻ ബത്തേരിയിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും പിറ്റേ ദിവസം വീട്ടിലെ മുറിയിൽ ഹേമചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുമാണ് നൌഷാദ് പോലീസിന് നൽകിയ മൊഴി. ഒരു സുഹൃത്ത് നൽകിയ ഉപദേശമാണ് ആരും കാണാതെ കുഴിച്ചിടാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇതിന് കൂട്ടായാണ് 2 പേരെ ഒപ്പം ചേർത്തതെന്നും നൌഷാദ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊളിയുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മർദ്ദനമേറ്റാണ് ഹേമചന്ദ്രൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ ഹേമചന്ദ്രന്റെ DNA പരിശോധനാ ഫലവും പുറത്തുവരും. ഇതിനുശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹേമചന്ദ്രന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക. അതേസമയം നൌഷാദ് ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ കേസിൽ അറസ്റ്റിലായത്. ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായവർ. കോഴിക്കോട് മായനാട്ടെ വാടക വീട്ടിൽ 2 വർഷത്തോളമായി താമസിക്കുകയായിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കാണാതായത്. കാണാതായി 2 ദിവസത്തിനു ശേഷം തന്നെ കൊല നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് നൽകിയത് കേടായ മരുന്നെന്ന് പരാതി. പൂനൂർ സ്വദേശി പ്രഭാകരനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രഭാകരനും അദ്ദേഹത്തിന്റെ മകനുമാണ് ആശുപത്രിയിൽ നിന്ന് കേടായ മരുന്ന് ലഭിച്ചത്. ലഭിച്ച മരുന്നുകളിൽ പലതിലും പൂപ്പലും കറുത്ത പാടും കണ്ടെത്തിയിരുന്നു. വിവരം ആശുപത്രിയിലെ ഡോക്ടറെ അടക്കം ബോധിപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രഭാകരൻ പറയുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് പൂനൂർ സ്വദേശി പ്രഭാകരൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ഡോക്ടറെ കണ്ട ശേഷം കുറിപ്പടി പ്രകാരം ആശുപത്രിയിലെ നീതി ലാബിൽ നിന്നും ഗുളിക വാങ്ങുകയായിരുന്നു. ആ ഗുളികകളിൽ ചിലതിലാണ് കറുത്ത പൂപ്പൽ പോലുള്ള വസ്തുക്കൾ കണ്ടത്. ഇത് ഞാൻ ആദ്യം പൊട്ടിച്ച ഗുളികയാണ്.
അപ്പോൾ സൈഡിൽ എന്തോ ഉള്ളതുകൊണ്ട് ഒരു സംശയത്തിൻ്റെ പേരിൽ പിന്നെ ഒന്നും കൂടി പൊട്ടിച്ച് അതും അതുപോലെ തന്നെ ഒരു ഗുളികേൻ്റെ, പക്ഷെ അതിൽ തന്നെ ഉള്ള ഒരു ഗുളിക കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ലേ. അപ്പോൾ ഒന്നും കൂടി പൊട്ടിച്ച് നോക്കി. ഇതാണ് സ്ഥിതി. അപ്പോൾ ഒന്ന് നമ്മളെ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നതാണ്. അത് ജനുവരി 2025 ഉണ്ടാക്കിയതാണ്. എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് 2026. പിറ്റേ ദിവസം മകനുമൊത്ത് വീണ്ടും ആശുപത്രിയിലെത്തിയപ്പോഴും ലഭിച്ചത് കേടായ ഗുളിക തന്നെ. പിറ്റേന്ന് ഞാനും മോനും കൂടി പോയി കാണിച്ച്. അപ്പോൾ അവർ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കറുത്ത പൊടി പോലെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ച് അവന് കുടിക്കാൻ ഗുളികയൊക്കെ തന്ന് ആ ഗുളിക കൊണ്ടുവന്ന് വീട്ടിൽ അവൻ അന്ന് രാത്രി അത് കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ഗുളിക പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഒരു ഗുളിക പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുളിക ഒരു പൊതിർന്ന് പൊന്തിയ പോലെ. ഇക്കാര്യങ്ങൾ ഡോക്ടർ അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടും ഗുളികകൾ പരിശോധിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രഭാകരൻ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിക്ക് പരിഹാരമായി ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ തോറാസിക് സർജൻമാരെ പരസ്പരം സ്ഥലം മാറ്റിയാണ് ഉത്തരവ്. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നും സ്ഥലം മാറ്റത്തിന് പിന്നിൽ സമ്മർദ്ദമെന്നും തൃശൂരിലെ സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. അതേസമയം ജോയിൻ ചെയ്ത അന്നു മുതൽ ഡോക്ടർ അഷ്റഫിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നുവെന്നും നിരന്തരമായ പരാതികളെ തുടർന്നാണ് നടപടിയെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. ഇടുക്കിയിൽ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുമതിയില്ല. കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടിയൊതുക്കാറുണ്ടെങ്കിലും ഇതിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു. ഏലം പുനഃകൃഷിയുടെ മറവിലായിരുന്നു വൻ മരം കൊള്ള. ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാഞ്ചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുൻപാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. M. ബൊമ്മയ്യൻ എന്ന ആളുടെ പേരിലുള്ള ഭൂമിയാണിത്. വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു, ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആഞ്ഞിലി, മരുത്, ഞാവൽ, പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനം വകുപ്പ് കേസെടുത്തു. അമൃത ന്യൂസ്, ഇടുക്കി. ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ടൂറിന്റെ ലാസ് വെഗാസ് ലെഗിലാണ് വെള്ളക്കരിക്കളുമായി കളിച്ച പ്രജ്ഞാനന്ദ കാൾസനെ 39 നീക്കങ്ങളിൽ അടിയറവ് പറയിച്ചത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.